തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്തായിട്ട് കാണാനായിട്ട് പോയത് അവിടെ അടുത്തായിട്ട് വന്നേക്കണേ തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളി കാണാനാട്ടോ. ഇന്ത്യയിലെ തന്നെ ഇസ്ലാമിക ഹിസ്റ്ററി വെച്ച് ഏറ്റവും പഴക്കം ചെന്ന മുസ്ലിം പള്ളികളിൽ ഒന്നാട്ടോ ഈ തിരുവനന്തപുരത്തുള്ള ഭീമാപ്പള്ളി. മുഹമ്മദ് നബിയുടെ പിൻതലമുറക്കാർ ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന പ്രത്യേകത കൂടി ഈ പള്ളിക്കുണ്ട് കേട്ടോ. നാനാജാതി മതസ്ഥര് ഈ പള്ളി വന്ന് കാണാനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലായതിനാൽ തന്നെ ഞങ്ങൾ പെട്ടെന്ന് എല്ലാം കണ്ടിട്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ എവിടെയാ പറയാ കോവളത്തെ എത്തിയത് നല്ല ഉച്ച സമയമായിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ. കൂടാതെ നേരം വെളുത്തിട്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. ഞങ്ങൾ ഈ യാത്രകളൊക്കെ പോകുമ്പോൾ മാക്സിമം ചെലവ് ചുരുക്കിയാട്ടോ ഞങ്ങൾ യാത്രകളെല്ലാം തന്നെ ചെയ്യുന്നത്. കേരളത്തിന്റെ ഈ ടൂറിസം മേഖലയിൽ നല്ല വരുമാനം കിട്ടുന്ന ഒരു ബീച്ചുകളിൽ ഒന്നാട്ടോ കോവളം ബീച്ച്. 1930-കളിൽ അന്ന് തിരുവിതാംകൂർ ഉണ്ടായിരുന്ന കുറച്ച് വിദേശികളാട്ടോ കോവളത്തൊരു ബീച്ച് എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. പിന്നീട് 70-കളുടെ തുടക്കത്തിൽ നിരവധി ഹിപ്പി ട്രയൽ വഴി സിലോണിലേക്ക് വന്നു. ഇത് വെറും ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്ന കോവളത്തെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ തുടങ്ങി. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് വിഴിഞ്ഞം പോർട്ട് കാണാൻ വേണ്ടിയിട്ടോ. പക്ഷെ അങ്ങോട്ട് വിഴിഞ്ഞം പോർട്ടിൽ നമ്മളെ കയറ്റി വിടും, പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഇത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ശിവന്റെ സ്റ്റാച്ചു കാണാനായിട്ടോ അടുത്ത് പോയത്. ഞാൻ ഈ റീൽസിലൊക്കെ ആട്ടോ ഈ ഒരു സ്റ്റാച്ചു കണ്ടിട്ടുള്ളത്. വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്നായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ സാധിക്കും കേട്ടോ. അല്പസമയം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ റീൽസും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഇന്ന് നൈറ്റ് സ്റ്റേ എടുക്കേണ്ടത് കന്യാകുമാരി ആയതിനാൽ തന്നെ ഇവിടുന്ന് ഏകദേശം 90 കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഇനി ട്രാവൽ ചെയ്യാൻ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണേ, കൂടെ ഫോളോ ചെയ്യും. ബാക്കി നാളെ.